ഈത്താമ്മയാണെങ്കിൽ കുത്തിത്തിരിപ്പുകൾ ഓരോന്നായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സഹോദരങ്ങളുടെ അടുത്ത് പറഞ്ഞ് ഒരു വിധത്തിൽ അവരെ സ്റ്റാലിനെതിരെ തിരിക്കുകയാണ്. തുടർന്ന് സ്റ്റാലിൻ്റെ വീട്ടുകാരെ തന്നെ സ്റ്റാലിനെതിരെയും അപ്പനെതിരെയും തിരിക്കാനായിട്ട് റീത്താമ്മ ഒരു കളി കളിക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ റീത്തയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാലിൻ്റെ സഹോദരനായ റോബിയെ വിളിക്കുകയാണ് എന്ന് കാണാം. തുടർന്ന് റോബിനെ വിളിച്ചിട്ട് റീത്താമ്മ പറയുകയാണ്, എടാ റോബി, നിൻ്റെ ചേട്ടൻ എന്തൊക്കെയാടാ ഈ കാണിച്ചു കൂട്ടുന്നത്? അവൻ എന്തു തീരുമാനിച്ചിട്ടാടാ എന്ന് ചോദിക്കുമ്പോൾ, എന്തൊക്കെയാ റീത്ത ചേച്ചി നിങ്ങൾ ഈ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിനക്കൊന്നും അറിയാത്ത മാതിരി എന്തിനാ റോബി നീ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതായത് നിൻ്റെ ചേട്ടൻ സ്റ്റാലി ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം അതൊക്കെ എനിക്കറിയാമെന്ന് നമ്മുടെ റോബി പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിക്കുകയാണ് റീത്ത. അർത്ഥമൊന്നുമില്ല, ചേട്ടൻ്റെ മകളാണെന്നാണ് പറയുന്നത്. ചേട്ടൻ ഒറ്റയ്ക്ക് സമ്പാദിച്ചതിലാണ് ചേട്ടൻ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. അതിൽ ചേട്ടൻ എതിർക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പൻ പോയിട്ടുണ്ടായിരുന്നു, അപ്പൻ എന്തൊക്കെയോ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതേ സമയമാണെങ്കിൽ റോബിയുടെ അടുത്ത് റീത്ത പറയുകയാണ്, നിങ്ങളുടെ അപ്പൻ അയാളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അപകടകാരി എന്ന് പറയുന്നു. തുടർന്ന് അലീനയെ ഓടിക്കാൻ പോയിട്ട് അവിടെ ചെന്ന് അവളുടെ കൂടെ നാട് ചുറ്റിയ കഥയും ഉല്ലസിച്ച കഥയുമൊക്കെ റീത്ത പറയുകയാണ് കേട്ടോ നമ്മുടെ റോബിയുടെ അടുത്ത് അവധക്കുട്ടിച്ചായൻ്റെ കഥകൾ. ഇതേ സമയം വെറുതെ ഓരോന്ന് പറയല്ലേ കേട്ടോ എന്ന് പറയുമ്പോൾ, ഞാൻ എന്തിനാ നുണ പറയുന്നത്? നിനക്ക് അന്വേഷിച്ചൂടെ? നിൻ്റെ അപ്പനുണ്ടല്ലോ അവിടെ, നിനക്ക് നിൻ്റെ അപ്പനോട് ചോദിച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോവുകയാണ്. എന്തൊരു നാണക്കേടാ! എൻ്റെ സഹോദരിയെ ഇതെല്ലാം അറിയാവുന്ന നിങ്ങളെല്ലാവരും ചേർന്ന് പറ്റിക്കുകയായിരുന്നില്ലേ, കബളിപ്പിക്കുകയായിരുന്നില്ലേ എന്ന് റീത്താമ്മ ചോദിക്കുകയാണ്. റീത്ത ചേച്ചി, കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ചേട്ടൻ കൊണ്ടുവന്നതാണ് ഈ മകളെ എന്ന് പറയുന്നു. ഇനി എത്ര മകൾ വരൂടാ റോബി? നിനക്ക് അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? അവൻ റിട്ടയർഡ് കേണലല്ലേ, എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ വഴിതെറ്റി സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് സ്റ്റാലിയെ കുറ്റപ്പെടുത്തുകയാണ്. ചേട്ടായുടെ കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് യാതൊരു ഉപകാരമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. ചേട്ടൻ എപ്പോഴും ചേട്ടൻ്റെ ഇഷ്ടത്തിന് തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ എടുക്കുകയുള്ളൂ. ഞങ്ങൾ പറഞ്ഞാലോ നിങ്ങൾ പറഞ്ഞെന്ന് കരുതിയോ ഒരു മാറ്റവും ഉണ്ടാകില്ല. ചേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. എന്നിരുന്നാലും ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ അപ്പനോട് ചോദിച്ചു നോക്കാം എന്ന് പറയുന്നു. അപ്പൻ അതിനെക്കുറിച്ചൊന്നും എന്നോട് അധികം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, നിൻ്റെ അപ്പനോട് ചോദിച്ചു നോക്ക്, പോയിട്ട് എന്തായിരുന്നു അവിടെ പരിപാടി എന്ന്, ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നില്ലേ എന്ന് നീ ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ, അതൊക്കെ ഞാൻ ചോദിച്ചു നോക്കിയോളാം, നിങ്ങൾ എൻ്റെ അപ്പനെ കുറ്റം പറയാനൊന്നും നിൽക്കേണ്ടതില്ല എന്ന് റോബി പറയുന്നുണ്ട്. ഒടുവിൽ നമ്മുടെ റീത്താമ്മ റോബിനെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ റോബിന് നല്ല വിഷമവും സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയമാണെങ്കിൽ നമ്മുടെ റോബിനാണെങ്കിൽ ആരുടെ അടുത്ത്, പപ്പയുടെ അടുത്ത്, അതായത് അവധക്കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, പപ്പ അവിടെ ആ പെണ്ണിനെ ഓടിക്കാൻ പോയിട്ട്
അവളുടെ കൂടെ നാട് ചുറ്റി നടക്കുകയായിരുന്നോ? അവളെ പേരക്കുട്ടിയായിട്ട് അംഗീകരിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ കഴിയും. ഷെടാ, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അവളൊരു പാവം പിടിച്ച പെൺകുട്ടിയാണെന്ന്, അവൾ സ്റ്റാലിൻ്റെ മകളാണെന്ന്. പിന്നെ അവളുമായിട്ട് കറങ്ങിയാലും അവളുടെ കൂടെ നടന്നാലും ഇപ്പം എന്താ പ്രശ്നം എന്ന് പറയുന്നു. എന്തിനാപ്പാ വല്ലവരെ കൊണ്ടും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ ആര് പറഞ്ഞു നടാ റോബി നീ പറഞ്ഞു വരുന്നത്? എന്തുട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടായേ, കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോൾ, ദേ ആ എൽസി ചേച്ചിയുടെ സഹോദരി റീതാമ വിളിച്ചിട്ടുണ്ടായി എന്നും തന്നെ ഒരുപാട് അപമാനിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്തത് സംസാരിച്ചതെന്നും അത് കേട്ടപ്പോൾ തനിക്ക് നാണം വന്നെന്നും, അതായത് തൻ്റെ തൊലി ഉരിഞ്ഞു പോയെന്നുമാണ് നമ്മുടെ സഹോദരൻ റോബി പറയുന്നത് അപ്പച്ചൻ്റെ അടുത്ത്. ഇതേ സമയം അവധക്കുട്ടി പറയാണ്, എടാ നിനക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ? അവർ എന്തിനാണ് നിന്നെ വിളിച്ചതെന്ന് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ആ പെണ്ണിനെ കൊണ്ട് അവർക്ക് പ്രശ്നം വല്ലതും ഉണ്ടായിട്ടാണോ? അല്ല, എങ്ങനെയെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക, വീട്ടിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടാക്കുക, അത് തന്നെയാണ് അവരുടെ ലക്ഷ്യവും ഉദ്ദേശവും. അതിനു വേണ്ടിയാണ് അവർ പോരാടുന്നത് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അപ്പാ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടായി ചെയ്തത് തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനും ആദ്യം തെറ്റാണ് എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ആ പെൺകുട്ടിയെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ എല്ലാം സത്യമായി മനസ്സിലായി എന്ന് പറയുന്നു. ഇനിയിപ്പോൾ റോബി നീയും പോയി അവളെ കണ്ടു കഴിഞ്ഞാൽ നിൻ്റെയും ഈ അഭിപ്രായ വ്യത്യാസം ഉടനടി മാറുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതെന്താ അപ്പച്ചാ അങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ, നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിനക്കത് അറിയണമെന്നുണ്ടെങ്കിൽ നീ നിൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെല്ല്, അപ്പോൾ ചോദിക്ക്, അപ്പോൾ അവൻ പറഞ്ഞു തരുമെന്ന് പറയുന്നത് കാണാൻ കഴിയും. ഇതേ സമയം ആ പെൺകുട്ടിയെ നിനക്ക് കാണാൻ കഴിയുമെന്നും പറയുന്നു. ഇവിടെ മകളാണെങ്കിൽ അപ്പൻ ചെയ്ത തെറ്റിനെ ചോദ്യം ചെയ്യാനായിട്ട് സ്റ്റാലിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നെ ചോദ്യം ചെയ്യാനൊന്നും നീ ആയിട്ടില്ല എന്ന് സ്റ്റാലിൻ പറയുകയും ഒടുവിൽ അലീനയെ തള്ളാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ്. ഒടുവിൽ അലീനയുടെ കയ്യിൽ നിന്നും ഒരു ഡോസ് വാങ്ങിയെടുക്കുന്നുണ്ട് നമ്മുടെ സഹോദരി എന്ന് കാണാം. സ്റ്റാലിനാണെങ്കിൽ അതിനൊന്നും പറയുന്നില്ല. അവൾക്ക് കൊടുത്തത് നന്നായി എന്ന് പറയുന്നു. അവളൊരു പാഠം പഠിക്കാനുണ്ട് എന്ന് അലീനയോട് പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട